Paralis, welcome back to Malayalam. In the iPhone 14 Pro unboxing and review. This video is brand new on our channel. So make sure you subscribe and like this video. Reach anyway, we will delay in the unboxing. So this parcel case is iPhone tab design which is pretty cool. Attention to detail on Apple products. We will അപ്പോൾ ഇതാണ് നമ്മുടെ iPhone 14 Proന്റെ ബോക്സ്. അപ്പോൾ ഈ ഒരു ബോക്സ് ഭയങ്കര തിന്നാണ്. അത് മാത്രമല്ല പ്ലാസ്റ്റിക് അങ്ങനെ വലുതായിട്ടൊന്നും ഉപയോഗിക്കുന്നില്ല. നമുക്ക് ഈ ഒരു ചെറിയ പേപ്പർ ഇവിടുന്ന് ടീയർ ചെയ്യാം. മണ്ടയ്ക്കും അതേപോലത്തെ ഒരു പേപ്പർ ഉണ്ട്. നമുക്ക് അതും ടീയർ ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ മേടിച്ചിരിക്കുന്നത് പർപ്പിൾ കളറാണ്. നമുക്ക് ഈ ബോക്സിൽ നിന്ന് അതൊന്ന് ഇളക്കാം വെളിയിലോട്ട്. അപ്പോൾ നമ്മുടെ ഫോൺ മാറ്റി വെച്ച് എന്തൊക്കെയാണ് ബോക്സിൽ വരുന്നതെന്ന് നോക്കാം. നമുക്കൊരു USB Type-C to ലൈറ്റിനിങ് കേബിൾ വരുന്നുണ്ട്. പിന്നെ അവരുടെ കുറച്ച് പേപ്പർ വർക്കാണുള്ളത്. ഇപ്പോൾ അവർ പറയുന്നത് യു നോ ലോങ്ങർ നീഡ് എ ഫിസിക്കൽ സിം ആണ്. അപ്പോൾ US-ലുള്ള ഐഫോൺ ഇപ്പോൾ സിം കാർഡ് ഇല്ല, ഈ സിം ആണ്. ഇപ്പോൾ ഇലക്ട്രോണിക് സിം ആണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്നത്. അതിൻ്റെ ഒരു ഇൻഫർമേഷൻ ആണ് അവർ ഈ ചെറിയ പേപ്പർ പറയുന്നത്. ഐഫോൺ ഉപയോഗിക്കുന്ന യൂസർ ഗൈഡും പിന്നെ നമുക്ക് എപ്പോഴും കിട്ടുന്നതിനോട്ടൊരു വെള്ള സ്റ്റിക്കറും ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്കതൊക്കെ മാറ്റി വെച്ച് നമ്മുടെ ഐഫോണിൻ്റെ ഒരു പേപ്പർ ഒന്ന് ഇളക്കാം. നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. കഴിഞ്ഞ iPhone 13 Proന്റെ അതുപോലത്തെ സെയിം ബിൽഡ് തന്നെയാണ് ഇവിടെ. വലിയ വ്യത്യാസം വെളിയിൽ ഇല്ല. ക്യാമറ ബംപ് ഇച്ചിരിയും കൂടെ തിക്കറാണ്, അതേ ഉള്ളൂ വലിയ വ്യത്യാസം പറയാൻ. ഇപ്പോൾ നമ്മുടെ മെയിൻ ക്യാമറ 48 MP ആണ് വരുന്നത്. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സൈഡ് വലിയ രീതിയിൽ ഇഷ്ടമല്ല. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരു സൈഡാണ് വരുന്നത്. അപ്പോൾ കുറേ ഫിംഗർ പ്രിന്റ് നമുക്ക് ഈസി ആയിട്ട് അതിലാക്കാൻ പറ്റും. ഓബിയസ്ലി നമ്മുടെ ഹാൻഡ് ഓയിലി ആണല്ലോ, അപ്പം ഫിംഗർ പ്രിന്റ് കുറേ ഇതിൽ പറ്റിപ്പിടിക്കും. പക്ഷെ മിക്കവാറുള്ള ആൾക്കാരെല്ലാം ഇതിനൊരു കേസ് ഉപയോഗിക്കുമായിരിക്കും. അതുകൊണ്ട് വലിയൊരു പ്രശ്നമില്ല. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സ്ക്രീൻ ഓൺ ആക്കാതെ തന്നെ ആ ഒരു പിൽ ഷേപ്പും പിന്നെ അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു ക്യാമറയും. ചെറിയൊരു സ്പേസ് ഉണ്ട് അവിടെ നമ്മുടെ ഫേസ് ഐഡിയിൽ നിന്നും ആ ഒരു ഫ്രണ്ട് ക്യാമറയിൽ നിന്നും. പർപ്പിൾ കളർ സത്യം പറഞ്ഞാൽ വലിയ രീതി എനിക്ക് അങ്ങനെ അറിയുന്നില്ല. ചിലപ്പം ഡയറക്റ്റ് സൺലൈറ്റ് ഇച്ചിരിയും കൂടെ ഓബിയസ് ആയിരിക്കും പർപ്പിൾ ആണെന്ന്. ഇനി നമുക്കിതൊന്ന് ഓൺ ആക്കാം. ഓൺ ആക്കാൻ ബട്ടൺ ഇവിടെ സൈഡിലാണ്. അപ്പോൾ ഓൺ ആക്കിയപ്പോൾ തന്നെ ഹലോ എന്ന് പറഞ്ഞ് ഡിഫറെൻറ്റ് ലാംഗ്വേജിലാണ് വരുന്നത്. നമുക്കിനി ഈ ഐഫോൺ സെറ്റപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഐഫോൺ എല്ലാം സെറ്റപ്പ് ചെയ്തു. നമുക്ക് സ്വൈപ്പ് ചെയ്ത് ഹോം സ്ക്രീനിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ iPhone 14 Proന്റെ ഡിസ്പ്ലേ. ഒബിയസ്ലി വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് iOS 16 ഓൾറെഡി ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ അത് അവൈലബിൾ ആണ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ. ഇനി നമുക്ക് ഈ iPhone 14 Proന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് സംസാരിക്കാം. എക്സ്റ്റേണലി വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. തിക്കർ ക്യാമറ ബംപ് ആണുള്ളത്. അത് ഞാൻ മെൻഷൻ ചെയ്താൽ നമ്മുടെ അൺബോക്സ് ചെയ്തപ്പം. പിന്നെ ഞാൻ പറഞ്ഞില്ല ഓൾറെഡി ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഈ സിം മാത്രമേ ഉള്ളൂ അവൈലബിൾ. അപ്പോൾ US വെർഷന് നമുക്ക് ആ ഒരു സിം ട്രേ കാണത്തില്ല ഈ ഒരു ഭാഗത്ത്. പണ്ടിവിടെ ആയിരുന്നു സിം കാർഡിന്റെ ആ ഒരു സ്ലോട്ട് വരുന്നത്. പിന്നെ കഴിഞ്ഞ വർഷത്തേക്കാളും 2 grams ഇച്ചിരിയും കൂടെ ഹെവിയാണ്. പിന്നെ ഒരു പുതിയ ഡിസ്പ്ലേ ആണ് ഇവരിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. 2000 nits പീക്ക് ബ്രൈറ്റ്നസ് ആണ് പുതിയ ഈ ഒരു ഡിസ്പ്ലേയിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നത്. പിന്നെ ഈ ഡിസ്പ്ലേക്ക് കിട്ടുന്ന വേറൊരു ഫീച്ചറാണ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൾറെഡി നമ്മുടെ ആപ്പിൾ വാച്ചിൽ കിട്ടുന്നതാണ്. ഞാനിപ്പോൾ ഇത് ലോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ബ്രൈറ്റ്നസ് കുറഞ്ഞത്. ലോക്ക് ആണെങ്കിലും ഇത്രയും ബ്രൈറ്റ്നസ് ആണ് നമ്മുടെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേക്ക് ഉള്ളത്. ഇത് നമുക്ക് ഡിസേബിൾ ചെയ്യാൻ പറ്റും. സെറ്റിംഗ്സിൽ പോയി ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് പോയി നമുക്കത് ടേൺ ഓഫ് ചെയ്യാൻ പറ്റും വേണമെങ്കിൽ. മിക്കവാറും എല്ലാ ആൾക്കാരും എക്സൈറ്റഡ് ആയിട്ട് ഒരുപാടൊരു ഫീച്ചറാക്കി ഡൈനാമിക് ഐലൻഡ്. ഈ ഒരു ഡൈനാമിക് ഐലൻഡ് കുറേ ആനിമേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞ വർഷത്തിലെ iPhone 13 mini ആണ്. എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു നോച്ചിന്റെ ഡിഫറൻസ്. ഇപ്പം ഞാൻ വോയിസ് മെമ്മോ എന്നൊരു ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നമുക്കൊരു ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ നോക്കാം. ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ ഞാൻ ഈ ഒരു ബട്ടൺ ഞെക്കാൻ പോവാണ്. എന്നിട്ട് ഞാൻ ഹോം സ്ക്രീനിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അവിടെ വോയിസ് മെമ്മോയുടെ ആനിമേഷൻ ലെഫ്റ്റ് സൈഡിലും എത്രത്തോളം സമയമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുള്ള റൈറ്റ് സൈഡിലും കാണാൻ പറ്റുന്നത്. അത് മാത്രമല്ല ഈ ഒരു ഡൈനാമിക് ഐലൻഡ് മൾട്ടി ടാസ്ക് കേപ്പബിലിറ്റി ഉണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ക്ലോക്കിൽ ഒന്ന് പോയിട്ടൊരു ടൈമർ ഓൺ ആക്കി നോക്കാം. ടൈമർ ഓൺ ആക്കി ഞാൻ ഹോമിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് സ്പ്ലിറ്റായി ഇപ്പോൾ ടൈമറിൻ്റെ ആ ഒരു ഷോർട്ട് കട്ടും കാണിക്കുന്നത്. ഞാൻ അത് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ടൈമിലോട്ട് ക്വിക്കായിട്ട് പോകുന്നതും. ഞാൻ വോയിസ് മെമ്മോ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വോയിസ് മെമ്മോയിലോട്ട് ക്വിക്കായിട്ട് പോകുന്നതും. വോയിസ് മെമ്മോയിലോട്ട് പോയപ്പോൾ ടൈമറായി അവിടെ ആ ഒരു മെയിൻ ഡിസ്പ്ലേ ആയിട്ട് വന്നത് ആ ഒരു ഡൈനാമിക് ഐലൻഡിൽ. ഞാൻ ഈ വോയിസ് മെമ്മോടെ ഹോൾഡ് ആൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ച് കൺട്രോൾസ് കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ടൈമർ നടുക്കോട്ട് മാറിയത്. നമുക്ക് ഇനിയും ആ ടൈമർ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം.
ആൻഡ് ഇനി നമുക്ക് മ്യൂസിക് കൺട്രോൾസും കുറച്ച് നോക്കാം. അപ്പോൾ ഞാൻ ആപ്പിൾ മ്യൂസിക്കിൽ പോയി ഒരു റേഡിയോ എല്ലാം ഒന്ന് ഓണാക്കാം. അപ്പോൾ ഞാൻ ആപ്പിൾ മ്യൂസിക്കിൽ റേഡിയോ ഇപ്പോൾ ഓണാക്കി. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അതിൻ്റെ ഒരു ചെറിയ ആനിമേഷനും ആൽബം ആർട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഹോൾഡ് ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മ്യൂസിക്കിൻ്റെ മീഡിയ കൺട്രോൾസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഡൈനാമിക് ഐലൻഡ് ഉറപ്പായിട്ടും നല്ലൊരു ഫീച്ചറാണ്. എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർക്ക് അത് ഉപയോഗകരമായിട്ട് തോന്നും. അത് മാത്രമല്ല കുറേ ആൻഡ്രോയിഡ് ഡിവൈസസുകൾ ഡെഫിനറ്റ് ആയിട്ട് ഇത് കോപ്പി ചെയ്യാൻ നോക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ iPhone 14 Proന്റെ സെൽഫി ക്യാമറ വീഡിയോ. പുതിയതായിട്ട് ഈ ഒരു സെൽഫി ക്യാമറയ്ക്ക് ഓട്ടോ ഫോക്കസ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇച്ചിരി ബൊക്ക എഫക്റ്റ് കൊണ്ടുവരുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ സിനിമാറ്റിക് മോഡിലാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഇനി നമുക്ക് ഈ ബാക്ക് ക്യാമറയുടെ ക്വാളിറ്റിയും കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ iPhone 14 Proന്റെ ബാക്ക് ക്യാമറയിൽ എടുക്കുന്ന സിനിമാറ്റിക് വീഡിയോ. അപ്പോൾ ഇച്ചിരി കൂടെ ബെറ്റർ ക്വാളിറ്റി ആണെന്നാണ് ഞാൻ എൻ്റെ വിശ്വാസം. ഈ ഒരു ക്യാമറ 48 മെഗാ പിക്സലാണ്. അതായത് കഴിഞ്ഞ വർഷം 12 മെഗാ പിക്സൽ മാത്രമേ ഉള്ളായിരുന്നു. അവസാനമായിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഇഫ് ദിസ് ഡിവൈസ് iPhone 14 Pro worth your money. Personally, I think it is. പുതിയ 48 മെഗാ പിക്സലാണ് ഏറ്റവും വലിയൊരു ഐ ഫീൽ ലൈക്ക് സെല്ലിംഗ് പോയിന്റ് ഫോർ മീ. കുറെ പിക്ചർ എടുക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ട് എനിക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. അത് മാത്രമല്ല ഞാൻ എൻ്റെ ഫോൺ ഉപയോഗിച്ചാണ് നമ്മുടെ വ്ളോഗും കാര്യങ്ങളും ഒക്കെ എടുക്കുന്ന ഈ ഒരു ചാനലിന് വേണ്ടി. ആ ഒരു ആക്ഷൻ മോഡ് എന്ന് പറഞ്ഞ ആ ഒരു ഫീച്ചർ കൊണ്ടുവന്നത് കൊണ്ട് തന്നെ I was gonna buy no matter what. ഇപ്പൊ നിങ്ങൾ ഫോട്ടോസോ അല്ലെ വീഡിയോസോ കുറവ് എടുക്കാത്ത ഒരാളാണെങ്കിൽ ആൻഡ് നിങ്ങൾക്ക് iPhone 13 അല്ലെ 12 ഉള്ള ഒരാളാണെങ്കിൽ ഐ ജസ്റ്റ് ഡോണ്ട് തിങ്ക് ഇറ്റ്സ് വർത്ത് ടു പർച്ചേസ് ദിസ്. കാരണം ഇതിൽ വരുന്ന എല്ലാ സോഫ്റ്റ്വെയർ ഗിമിക്സും iOS 16 അകത്ത് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ബിസൈഡ്സ് ദ ഡൈനാമിക് ഐലൻഡ് അതിന് മാത്രമാണ് നിങ്ങൾ അഡീഷണൽ ആയിട്ട് ഓൾമോസ്റ്റ് ഒരു $1,000-1,200 കൊടുത്ത് ഈ ഒരു ഡിവൈസ് മേടിക്കാൻ പോകുന്നത്. ആൻഡ് ടു മീ ഐ ജസ്റ്റ് ഡോണ്ട് തിങ്ക് ഇറ്റ്സ് വർത്ത് ഇറ്റ്. യെസ്, ഇറ്റ് ഈസ് വെരി ഗുഡ് ടു ഹാവ്. I'm not gonna lie, ആ ഒരു ഡൈനാമിക് മോഡ് ഡെഫിനറ്റ് ആയിട്ട് ഞാൻ എൻ്റെ ഈ ഡിവൈസിൽ ഉപയോഗിക്കും. But at the same time, you might use it for maybe 2-3 weeks, and after that, it's not gonna make that huge difference for you. And I do like the always on display, I really do. പക്ഷേ അത് ഞാൻ ടേൺ ഓഫ് ചെയ്യായിരിക്കും. കാരണം it's gonna drain battery. I'm pretty sure it's gonna drain my battery. എനിവേ, നിങ്ങൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അഗൈൻ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. തൽക്കാലം